കാഞ്ഞങ്ങാട്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമസഭ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി രൂപീകരണം 2025-26 ഭാഗമായി ഗ്രാമസഭ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് രജത ജൂബിലി ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. പക്ഷെ ഇനി അവിടെ നിന്നും നമുക്ക് അഡ്വാൻസ്ഡായ രീതിയിൽ എങ്ങനെ മുന്നോട്ടേക്ക് പോകാമെന്നത് സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് രൂപീകരിക്കാൻ വേണ്ടി സാധിക്കണം. കാരണം നമ്മൾ ഇന്ന് പോകുക എന്നുള്ളത് മാത്രമല്ല, നാളത്തേക്ക് കൂടി അത് കരുതി വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടായി രൂപപ്പെടുത്താൻ നമുക്ക് എങ്ങനെ കഴിയും. ഈ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നെല്ലാം ശേഖരിക്കപ്പെടുന്ന മാലിന്യങ്ങളെ എങ്ങനെ നമുക്ക് ഫലപ്രദമായ രീതിയിൽ സംസ്കരിക്കാനും അതിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലും അതുപോലെ തന്നെ വരുമാനവും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന പദ്ധതികൾ എങ്ങനെ ആവിഷ്കരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതെല്ലാം നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുറഹിമാൻ പദ്ധതി വിശദീകരണം നടത്തി. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ, ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത, അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ, പുല്ലൂർപ്പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാ കൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഫാത്തിമത്ത് ഷംന, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ വിജയൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ ബാബുരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ എം മാധവൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ഇൻചാർജ് അനീഷ് കുമാർ കെ എച്ച് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.